പത്മശ്രീ നാരായണ പെരുവണ്ണൻ തെയ്യം മേഖലയിലെ കുലപതിമാരിൽ ഒരാളാണ്. രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത ബഹുമതിയായിട്ടുള്ള പത്മശ്രീ തെയ്യം മേഖലയിൽ ആദ്യമായിട്ട് കിട്ടുന്നത് നാരായണ പെരുവണ്ണനാണ്. അപ്പോൾ ഏതാണ്ട് 6 പതിറ്റാണ്ടിലധിക കാലം ഈ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സംഭാവനകൾ ഉണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ചോദിക്കട്ടെ, ഈ തെയ്യത്തിൻ്റെ തലപ്പാളി വെക്കുക ആണല്ലോ നമ്മൾ അതിൻ്റെ ഒരു ആരംഭം കുറിക്കുന്ന കാര്യം. എപ്പോഴാണ് പെരുണ്ണൻ തലപ്പാളി വെച്ചത്? 4ാമത്തെ വയസ്സിൽ നമ്മുടെ വേടൻ എന്ന് പറയുന്നത് നമ്മൾ കർക്കിടക മാസം നമ്മൾ വീടുകളിലൊക്കെ പോയി ഇങ്ങനെ അന്നത്തെ നമ്മളെ ഒരു പിന്നെ ജീവിതമാർഗ്ഗമായിട്ട് അങ്ങനെയാണല്ലോ ജീവിത രീതിക്കുന്നത്. അപ്പോൾ കർക്കിടക മാസം വേറെ തൊഴിലൊന്നുമില്ല. അപ്പോൾ പിന്നെ അതിനുള്ള ഒരു ഉപാധി പോലെയാണ് വേടൻ കെട്ടിയിട്ട് നമ്മൾ എല്ലാ വീടുകളിലും പോയിട്ട് എടുത്തത്. അപ്പോൾ ആദ്യം കെട്ടുന്ന വേടനാണ്. അപ്പോൾ അന്നാണ് തലപ്പാടി വെച്ച് അത് അച്ഛൻ തന്നെയാണ് തലപ്പാടി വെച്ചത്. അച്ഛൻ തന്നെയാണ് വെച്ച് തന്നത്. അപ്പോൾ അതിൽ നിന്നാണ് പിന്നെ തെയ്യത്തിൻ്റെ വിഷയത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഒന്നെന്ന് വെച്ചാൽ ചെറുപ്പകാലത്ത് തന്നെ ഇത് നമ്മളെ കുട്ടികളെ പരിശോധിക്കുക, അതായത് ചെലിവിന് സഹനശക്തി ഉണ്ടോ എന്നുള്ളതിനെല്ലാം ഒരു പരിശോധനയും കൂടിയാണ് ഈ വേടം കെട്ടിക്കുക. ചില വേടം കെട്ടിയിട്ട് നമ്മളിപ്പോൾ രാവിലെ കെട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നിൽക്കണം. അപ്പോൾ ഇതിന് അതിനുള്ള പരിശോധിക്കുക എന്നുള്ളതിന് ഒരു കൂടി ട്രെയിനിങ് നമ്മൾ പറയുമ്പോൾ ഒരു ട്രെയിനിങ് വരിക കുട്ടിക്കാലത്ത് ശക്തി അതെ അതിനെ പരിശോധിക്കുക. ഇതിന് നമ്മൾ മുഖത്ത് മണയിലേക്ക് ഇടുമ്പോൾ ചില കുട്ടികൾക്ക് അത് പിന്നെ ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഛർദിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുട്ടികളെ പിന്നീട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്തും. അപ്പോൾ അതിന് ഉള്ളൊരു പിന്നെ ട്രെയിനിങ് പോലെയാണ് നമ്മൾ ഈ വേടൻ കെട്ടിച്ചിട്ട് കുട്ടികളെ ചെറുപ്പത്തിൽ ഇറക്കുന്നത്. ചില സന്ദർഭങ്ങൾ കാണാറുണ്ട്, ഈ മുല കുടിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ ഇടയിൽ വെച്ചിട്ട് കുട്ടികൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ അവർ മുല കുടിക്കുന്ന ഒരു അതെ ചെറിയ കുട്ടികളെ. അപ്പോൾ അതേ പിന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്കിത് കൂടാതെ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോ വീട്ടിൻ്റെ മുറ്റത്ത് എടുത്തുകൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്നാണ് ഈ ചെയ്യിപ്പിക്കുക. അത്ര ചെറുപ്പത്തിൽ ഇത് ചെറിയ കുട്ടികളെ കെട്ടിക്കും വേടൻ. ഏത് പ്രദേശത്തായിരുന്നു ആദ്യമായിട്ട്? നമ്മൾ പാലകുളങ്ങര എന്ന് പറയുന്ന ദേശത്ത് എൻ്റെ ജന്മനാടാണ്. ജന്മദേശത്ത് നമുക്ക് അവകാശത്തിൻ്റെ പരിധിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അവിടെ തന്നെയാണോ ജനിച്ചു വളർന്നത്? പാലകുളങ്ങര ജനിച്ചു. അത് ഏത് ഭാഗത്താണെന്ന് കൂടെ പറഞ്ഞു? തളിപ്പറമ്പിൽ തൃച്ചംബരം പാലകുളങ്ങര. അതിൻ്റെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒക്കെ തൃച്ചംബരം അമ്പലത്തിൻ്റെ പരിസരം. ആദ്യം നമ്മൾ വേടം കെട്ടിക്കഴിഞ്ഞാൽ അമ്പലത്തിൽ ആദ്യം പോകണം. തൃച്ചംബരം അമ്പലത്തിൽ ആദ്യം പോയി വേടം കെട്ടി അവിടെ പാടിയിട്ട് ശേഷം മാത്രമേ നമ്മുടെ മറ്റുള്ള വീടുകളിലൊക്കെ പോകാൻ പറ്റൂ. ഇപ്പോഴും അവിടെ വേടൻ ഉണ്ടോ? ഇപ്പം ഇല്ല. ഇപ്പം കെട്ടിച്ചാൽ ഞങ്ങളാൾക്കാർ കുറവാണ്. അന്ന് കുട്ടികളില്ലാതെ കൊണ്ട് ആ സമയത്ത് അത് നിർത്തി. പിന്നെ ഇപ്പം കുട്ടികളുണ്ട്, പക്ഷെ ഇന്നത്തെ കുട്ടികളെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ വേടൻ. അപൂർവമായിട്ടേ ഉള്ളൂ. പിന്നീട് തെയ്യത്തിലേക്ക് പൂർണ്ണ രൂപത്തിലുള്ള തെയ്യത്തിലേക്ക് എപ്പോഴാണ്? തെയ്യത്തിലേക്ക് വരുന്നത് 13ാമത്തെ വയസ്സിലാണ്. അച്ഛൻ്റെ നാട് എന്ന് പറഞ്ഞാൽ പനക്കാടാണ്. കരിമ്പം പനക്കാടിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ ചെറുജന്മാവസ്ഥയിൽ അവർ പിന്നെ പുതിയ ഭൗതി കെട്ടുന്ന സ്ഥലമാണ്. വയലിൽ വെച്ചിട്ട് പുതിയ ഭൗതി കെട്ടുന്ന വയൽത്തറിയായിട്ട് കഴിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് ആദ്യമായിട്ട് അവിടെ വീരൻ തെയ്യം കെട്ടുന്നത്. നമ്മളെ പാടാറുകുളങ്ങര വീരൻ തെയ്യമാണ് ആദ്യമായിട്ട് കെട്ടിയത്, തെയ്യമായിട്ട് കെട്ടിയത്. ഈ വീരൻ എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ളതാണ്. പക്ഷെ എന്നാലും അത് ചെറുപ്പക്കാർക്ക് കെട്ടാൻ പറ്റുന്നൊരു തെയ്യമാണ്. ചെറിയ കുട്ടികളെ കൊണ്ട് കെട്ടിക്കാൻ പറ്റുന്നൊരു തെയ്യമാണ് വീരൻ തെയ്യം. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ ആദ്യം തന്നെ നമ്മളത് കെട്ടിച്ചത്. എത്ര വയസ്സായിട്ടുണ്ടാവും? 13 വയസ്സിൽ. 13ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട്. അന്ന് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നോ? അന്നേരം സ്കൂളിൽ പോകുന്ന സമയത്താണ്. ഈ ആദ്യമായിട്ട് വീരൻ തെയ്യം കെട്ടിയ ആ സന്ദർഭത്തിലുള്ള ഒരു മാനസിക അവസ്ഥ, കാരണം നമ്മൾ തെയ്യം കെട്ടുക എന്നുള്ളത് വേറൊരു, പക്ഷെ അത് തെയ്യം കെട്ടുന്നവർ അതിനൊരു സംഭവം തോന്നിയില്ല. പക്ഷെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലെന്തോ ഒരു കാര്യമുണ്ട് നമുക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അതായത് വെച്ചാൽ ആദ്യം ഇതിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. അപ്പം അന്നും പിന്നെ വെച്ചാൽ തെയ്യം എന്താണെന്നുള്ളതിനെ പറ്റി പോലും അറിയില്ല. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഇതിൽ പിന്നെ മോനെ കൊണ്ടത് കെട്ടിക്കിടന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് കെട്ടി. അപ്പോൾ കെട്ടിയതിന് ശേഷം നമുക്കെന്തോ ഇത് ഇനി തുടർന്ന് ഇത് കെട്ടണം, ഇനിയും ഒന്നും കൂടെ കെട്ടണം എന്നുള്ള ഒരു ചിന്താഗതി അതിൽ നമുക്കുണ്ടായിട്ടുണ്ട്. അതിനൊരു ദൈവീകത നമുക്കതിൽ തോന്നിയിട്ടുണ്ട് അന്ന് മുതൽ. അതാണ് ഇതിലേക്ക് പ്രായത്തിൽ തന്നെ അത് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ അത് വേടം കെട്ടിയാൽ തന്നെ കുട്ടികളെല്ലാം നമ്മളെ കാണുമ്പോൾ പിന്നെ ഇൻസൾട്ട് ചെയ്യല്ലോ, വേടം കെട്ടിയിട്ട് പോകുമ്പോഴല്ലോ. പക്ഷെ അന്നേരം നമുക്കതൊരു ഗൗരവത്തിൽ തന്നെയാണ് നമ്മൾ വേടനാണെന്നുള്ള ഒരു തോന്നൽ അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമോ കുട്ടികൾ? പിന്നെ ഇത് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നെ സ്കൂളിൻ്റെ മുമ്പിൽ കൂടെ പോകണം വേടനും കെട്ടി. അപ്പോൾ ആ വേടം കെട്ടി പോകുമ്പോൾ കുട്ടികളിങ്ങനെ കളിയാക്കും. ഈ കണ്ണിൽ മഷിയിലിട്ടിട്ട് കണ്ടാലേ ഈ കണ്ണിൽ കുറുക്കൻ തൂറി എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും. പക്ഷെ അതൊന്നും നമ്മൾ അന്ന് നമുക്കതൊരു ആഭാസമായിട്ട് തോന്നിയില്ല. പക്ഷെ നമ്മൾ വേടനാണല്ലോ, ഇപ്പം ഞാൻ വേടനാണെന്നുള്ളൊരു ബോധം അന്നേ, ദൈവത്തിൻ്റെ ഒരു പ്രതീകമാണെന്നുള്ള അന്നേ നമുക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്.
അത് വീരൻ തെയ്യം കെട്ടിയതിന് ശേഷമാണ് ശരിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. ഈ അങ്ങനെ ഒരു ആത്മവിശ്വാസവും ധൈര്യമൊക്കെ മനസ്സിലേക്ക് എങ്ങനെയാണ് വന്നത്? അത് അച്ഛനിൽ ചെയ്യുന്ന അവർ അനുഷ്ഠാനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതുകൊണ്ട് മാത്രം തോന്നുന്നൊരു പ്രത്യേകതയാണ്. പിന്നെ ഇതെല്ലാം കെട്ടിക്കഴിയുമ്പം നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ണാടി എന്തിനാണ് നോക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. കണ്ണാടി നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പെട്ടെന്ന് നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. അന്നത്തെ കാലത്ത് അച്ഛൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കണ്ണാടി എന്തിനാണ് നോക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് നമ്മളെ മുടിയെല്ലാം വെച്ചതെല്ലാം നേർക്കാന്നോ അല്ല മുഖത്ത് എഴുതിയത് ഭംഗിയുണ്ടോ എന്നല്ലേ. അപ്പോൾ പറഞ്ഞു എന്താ നീ പറഞ്ഞു ചോദിച്ചു. കണ്ണാടി നോക്കുന്നത് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം എന്താണോ അതാണ് ഞാൻ എന്ന് തോന്നാൻ വേണ്ടി മാത്രമാണ് കണ്ണാടി നോക്കുന്നത്. ഇതിൻ്റെ ഭംഗി നോക്കാനല്ല, ദൈവമായിട്ട് മാറുന്ന ആ ഒരു സന്ദർഭം. അതായത് നമ്മൾ കണ്ണാടിയിൽ കാണുമ്പോൾ നമ്മളിത് ഈ രൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ സ്വതവേയിലെ രൂപമല്ലല്ലോ കാണുന്നത്. നമ്മൾ ആ കണ്ണാടിയിൽ കാണുമ്പോൾ ആ ദൈവം ഏതാണോ ദൈവം, വീരനാണെങ്കിൽ വീരൻ, ഭഗവതി ആണെങ്കിൽ ഭഗവതി, അപ്പോൾ ആ ഒരു രൂപം നമ്മളിൽ നമ്മൾ പ്രതിബിംബത്തിൽ കാണുമ്പോൾ നമ്മളതായി മാറുന്നു. അതിനാണ് നമ്മൾ കണ്ണാടി നോക്കുന്നത്. എല്ലാം പൂർണ്ണ രൂപമായിട്ടാകുമ്പോൾ കണ്ണാടി നോക്കുമല്ലോ. അപ്പോൾ അത് മുഖത്തെ ഭംഗിക്കല്ല, മുടി വെച്ചത് ശരിയാണെന്ന് നോക്കാനല്ല, അത് നമ്മൾ ആ രൂപത്തെ നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതായി മാറുക. കണ്ണാടി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവമായിട്ട് മാറി. തെയ്യം എന്നുള്ളത് നമുക്കറിയാം വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ്. ഇത്തരമൊരു അനുഷ്ഠാന പ്രക്രിയയിലേക്ക് പെരുന്നാൻ കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അതിന് മുൻപേ ഉള്ള ഒരു അന്തരീക്ഷം, പരിശീലനം, ഒരുപാട് കാലം ഇത് കണ്ടിട്ടുള്ള ഒരു അനുഭവങ്ങൾ ഇല്ലേ? അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ്? അച്ഛൻ്റെ കൂടെ വളരെ ചെറുപ്പത്തിൽ നമ്മൾ ഈ കാര്യം പിന്നെ തെയ്യത്തിൻ്റെ പരം പോലുണ്ട്. അങ്ങനെയാണ് ഇത് നമുക്ക് ശരിക്കും അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നു. നമ്മൾ പിന്നെ ഈ കൂടെയൊക്കെ നടന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ മറ്റ് കാര്യങ്ങളും അനുഷ്ഠാനങ്ങളും പിന്നെ വീടുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും അതൊക്കെ അച്ഛൻ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ഇതാണ്. അത് ഇന്നും നമ്മൾ ചെയ്തു വരുന്നു. നമ്മൾ തെയ്യത്തിന് പോകുമ്പോൾ വീട്ടിൽ വിളക്കെല്ലാം കത്തിച്ച് നമ്മൾ അച്ഛനെയും ഗുരുനാഥന്മാരൊക്കെ വന്നിച്ചിട്ട് മാത്രമേ നമ്മൾ അതിലേക്ക് പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ, ആ ഗുണങ്ങളാണ് നമുക്കിന്ന് നമുക്ക് ഇത്രയും ഈ കാലം വരെ അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇന്നും അത് ചെയ്യുന്നുണ്ട്. നമ്മളത് ഏത് തെയ്യത്തിന് പോകുന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് എല്ലാവരും കൂടെ വന്നിച്ചിട്ട് മാത്രമേ പോകുള്ളൂ. ഇപ്പോൾ പെരുന്നാൾ പറഞ്ഞല്ലോ ഈ വിളക്ക് കത്തിച്ച് അങ്ങനെ ഓരോ തെയ്യത്തിനും ഈ വ്രതം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഇവിടെ മനുഷ്യൻ ദൈവമായിട്ട് മാറുന്നു എന്നുള്ളതാണല്ലോ തെയ്യം. അപ്പോൾ ആ ഒരു മാറ്റത്തിന് നമുക്ക് ഒരു പ്രചോദനമായിട്ടും ഊർജ്ജമായിട്ടൊക്കെ ഈ വ്രതാനുഷ്ഠാനത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് പറയാറുണ്ട്. പെരുന്നാൾ എങ്ങനെയാണ് അതിൻ്റെ? അത് 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ ക്രമങ്ങൾ നമുക്ക് ശാരീരികമായിരിക്കുന്ന ഒരു സൈക്കോളജിക്കലാണ്, ശരീരത്തിൻ്റെ അത് നമ്മൾ ക്രമപ്പെടുത്തലാണ്. അപ്പോൾ അതായത് നമ്മൾ പലതരം ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന വയറ്റിലുണ്ടാകുന്ന അസുഖങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ പ്രധാനുഷ്ഠാനം ഇപ്പം നമ്മൾ ചാമ പിന്നെ ഇതാണ് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ കഞ്ഞിയാക്കി കുടിക്കുക. അതിന് അങ്ങനെയുള്ള ഈ പയർ വർഗ്ഗങ്ങൾ, അതായത് തവര, പിന്നെ ചെറുപയർ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മാത്രമേ അതിന് കറിയായിട്ട് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് കഴിക്കുന്നത് കൊണ്ടെന്ന് വെച്ചാൽ നമുക്കൊന്ന് മലബന്ധം, ഇത്രയും സമയം നമുക്ക് പിന്നെ മറ്റുള്ള ഈ നിത്യകർമ്മങ്ങൾക്കൊന്നും സമയം കിട്ടുമല്ലോ. ഇപ്പം തെയ്യം രാവിലെ കൂടുതൽ സമയം മണിക്കൂറുകളോളം കെട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ. അതെ, ചില മൂത്രമൊഴിക്കാൻ പോണ്ടി വരും, അല്ലെങ്കിൽ ബാത്റൂം, അങ്ങനെ നമ്മളെ സൗകര്യങ്ങളൊക്കെ അത് ഈ ഭക്ഷണത്തിൽ ക്രമത്തിലൂടെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അമിതമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വരും. ഇതൊക്കെ നിങ്ങളെ പരിശീലിപ്പിക്കുന്നുണ്ടോ? എങ്ങനെയാണ് പരിശീലനം? ഇതന്നെ ചെറുപ്പത്തിലെ ഇത് നമ്മൾ കഴിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം വെച്ചാൽ വേടം കെട്ടുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പിന്നെ പങ്കന്മാരും എടാ മത്സ്യമൊന്നും കൂട്ടാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ മത്സ്യം കൂട്ടാൻ പാടില്ല എന്ന് പറയുമ്പം പിന്നെ പ്രയാസമാണല്ലോ തോന്നിയപ്പോൾ അമ്മ പറയും പിന്നെ മോൻ കൂട്ടിക്കോ, അത് അവർ നിന്നെ വെറുതെ ഇതാക്കാൻ പറയുന്നത്. പക്ഷെ അന്ന് നമുക്കൊരു തോന്നലുണ്ടായിരുന്നു കഴിക്കാൻ പാടില്ല, മത്സ്യം കൂട്ടാൻ പാടില്ല. അപ്പോൾ മത്സ്യം നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അതുണ്ടാകുന്ന അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രതീകമായിട്ട് മാറാൻ പോകുന്നു. അപ്പോൾ നമ്മൾ മത്സ്യം കൂട്ടാൻ പാടില്ല. അന്ന് മുതലേ നമ്മളൊരു ദൃഢനിശ്ചയത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള പോകുന്ന സമയത്ത് വ്രതം എടുക്കുമ്പോൾ മത്സ്യം, ഇറച്ചി, മറ്റേ അങ്ങനെയുള്ള ഇപ്പം പിന്നെ ലഹരി ഉപയോഗിക്കുന്ന ചില തെയ്യങ്ങളുണ്ട്, ചില കള്ളും ഇതൊക്കെ റാക്കെല്ലാം കഴിക്കുന്ന തെയ്യമുണ്ട്. അതിന് നമുക്ക് കഴിക്കാം, അതിന് തെറ്റില്ല. പക്ഷെ നേരെ മറിച്ച് ഇപ്പം മുച്ചിലോട്ട് പോതിയാണെങ്കിൽ നമുക്ക് ഇതൊന്നും പറ്റില്ല. അതിന് പ്രത്യേകിച്ച് വ്രതാനുഷ്ഠാനത്തോടു കൂടെ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ, അത് പുറത്തുനിന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും പാടില്ല. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ക്ഷേത്രത്തിലാണെങ്കിൽ അവരവിടെ നിന്ന് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അത് ഇതിനെ നമ്മൾ ഈ ശരീരത്തിനെ ക്രമപ്പെടുത്തലാണ് അതിൻ്റെ പ്രധാനമായിട്ട്. അതാണ് വ്രതം എന്ന് പറയുന്നത്. ഒരു വ്രതം എന്ന് വെച്ചാൽ അനുഷ്ഠിക്കുന്നതല്ല, നമ്മൾ വ്രതത്തിൻ്റെ കാര്യത്തിൽ പോകുമ്പം നമുക്കുണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന ആ ഇതിനെ മാറ്റാൻ വേണ്ടി മാത്രമാണ്, അതിനെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടി മാത്രമാണ് വ്രതം എന്ന് പറയുന്ന സാധനം.
അതുപോലെ തന്നെ ഇപ്പോൾ മറ്റ് പരിശീലനങ്ങൾ, ഇപ്പോൾ നമ്മൾ വീരൻ തെയ്യാണ് ആദ്യമായിട്ട് കെട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കുറച്ചൊക്കെ പയറ്റ്, കളരിപ്പയറ്റ് അതിന് വേണമെന്നില്ല, കളരിപ്പയറ്റ് വേണമെന്നില്ല. അത് നമ്മളെ ഒരു സാധാരണ പക്ഷെ നമ്മൾ കുടിവീരനാണെങ്കിൽ അതിന് വാൾപ്പയറ്റ് വേണം. അത് വീട്ടിൽ നിന്ന് അച്ഛൻ പരിശീലിപ്പിച്ച് തരും, തോറ്റങ്ങളും കാര്യങ്ങളും. അച്ഛൻ ആ അഭ്യാസമൊക്കെ പഠിച്ച ആളാണ്. അച്ഛൻ പഠിച്ചതാണ്. അച്ഛൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ, അച്ഛൻ ബാലിത്തെയ്യത്തിൻ്റെ പ്രധാന ആളാണ്. അപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യത്തിനും, ഓരോ തെയ്യത്തിനും, ഓരോ ദിക്ക് പോകുമ്പോൾ അച്ഛൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പം ബാലിയാണെങ്കിൽ ബാലിക്ക് വിടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പം മറ്റൊരു തെയ്യം ഭഗവതി ആണെങ്കിൽ ഭഗവതിക്ക് വിടുന്ന കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഓരോരോ തെയ്യത്തിനും ഓരോരോ പ്രത്യേകതയിലെ കാര്യങ്ങൾ പറഞ്ഞു തരും. അത് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തരും പോകുമ്പോൾ തന്നെ. അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ ഇപ്പോൾ അടയാളം വാങ്ങിക്കഴിഞ്ഞാൽ അന്നേരം പറയുകയാണോ നീ പിന്നെ ബാല്യമാണ്, അപ്പോൾ അതിന് ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം, അവിടെ പോയാൽ ഇന്ന് ചെയ്യണം, അതൊക്കെ വളരെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞു തരും. ഈ പറഞ്ഞ ഒരു കാര്യം പെരുന്നാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ബാലിത്തെയ്യത്തിനുള്ള ഒരു രീതിയല്ല നമ്മൾ മുച്ചിലോട്ട് ഭഗവതിക്ക് വേണ്ടത്. മുച്ചിലോട്ട് ഭഗവതിക്ക് വേണ്ട രീതിയല്ല മറ്റൊരു തെയ്യത്തിന്, കതുവനൂർ വീരന് വേണം. അപ്പോൾ ഓരോ തെയ്യത്തിൻ്റെയും ആ ഒരു ക്യാരക്ടർ, അതിൻ്റെ ഒരു സ്വഭാവം, അതിൻ്റെ ഒരു ചരിത്രം, അതിൻ്റെ ഒരു മിത്ത്, ഇതിനൊക്കെ അനുസരിച്ച് വേണം. അതിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളൊക്കെ നമ്മുടെ വർത്തമാനത്തിൽ, നമ്മുടെ രൂപത്തിൽ, നമ്മുടെ ഭാവത്തിൽ ഇതിലൊക്കെ മാറ്റണം. അതെങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്? അത് പഠിപ്പിച്ചു തരുന്നത് തന്നെയാണ്, അച്ഛൻ തന്നെ പഠിപ്പിച്ചു തരും. ഇപ്പം ഭഗവതി കോലങ്ങൾ ചെയ്യുമ്പം ആ ഭഗവതിൻ്റെ വാക്കിലും അതിൻ്റെ ആ നടത്തത്തിലും അതിൻ്റെ താളത്തിലും എല്ലാം മാറ്റങ്ങളാണ്. ഇപ്പം ബാലിത്തെയ്യം എന്ന് പറഞ്ഞാൽ ബാലിത്തെയ്യം സുഗ്രീവനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു ഇതാണ് അവൾ അതിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു യോദ്ധാവിൻ്റെ ഒരു പ്രതീകം വരും. അപ്പോൾ നമ്മൾ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുണ്ടാകുന്ന യുദ്ധം, അത് നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്കത് പ്രവർത്തിക്കാൻ കഴിയില്ല. അത് ജനങ്ങളിലേക്ക് നമ്മളത് ആ ബാലി തെയ്യം, അപ്പോൾ എങ്ങനെയാണോ ബാലി, അപ്പോൾ അവർ സുഗ്രീവനും ബാലിയും തമ്മിലുള്ള യുദ്ധങ്ങൾ, അതിന് രാവണനുമായിട്ടുള്ള ഇത് കാര്യങ്ങൾ, അതൊക്കെ വളരെ നമ്മളെ അത് തോറ്റം ആദ്യം പഠിക്കണം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ ഓരോ തെയ്യത്തിനും ഇപ്പോൾ മുച്ചോട്ട് പോതി ആവണമെങ്കിൽ മുച്ചോട്ട് പോതിൻ്റെ തോറ്റവും പാട്ടും അതിൻ്റെ മുൻപ്രസ്ഥാനങ്ങളും അതിൻ്റെ മറ്റേ വഴിനടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അത് പഠിക്കുന്നിടത്തോളം നമുക്ക് അതെന്ന് വെച്ചാൽ ഓരോ ഇപ്പോൾ കതുവനൂർ വീരനാണെങ്കിൽ കതുവനൂർ വീരൻ്റെ തോറ്റം നമ്മൾ കൃത്യമായി പഠിക്കുമ്പം നമ്മളത് കതുവനൂർ വീരനായി മാറണം, എന്തെങ്കിലും മാറാം. ഇപ്പോൾ ബാലിത്തെയ്യത്തിൽ തോറ്റം ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രത്യേകതരം ഒരു എനർജി ഉണ്ട്. അത് ആ തോറ്റം ആ മാറ്റി ചെല്ലുമ്പം തന്നെ നമ്മളത് മാറും. അത് എൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ്. അപ്പോൾ എനിക്ക് തന്നെ നമ്മുടെ ബാലിയുടെ തോറ്റത്തിൽ ചിലർ പിന്നെ അതിനൊരു തോറ്റുണ്ട്. ചെന്നുടനെ ബാലിയെ പോർ വിളിച്ചിടുക കൊന്നുകളവൻ ഗുരുവാണവില്ലാട ഞാൻ പുകൾ പെരിയ രാഘവ സ്വാമിദാനാജ്ഞയാൽ പുരുവതിന് വന്നിതു ഭാസ്കരാപുത്രൻ. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു നമ്മളിൽ ആ മാറ്റം വന്നു. അപ്പോൾ ഞാൻ ബാലിയായി മറ്റേ സുഗ്രീവൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ആ യുദ്ധത്തിൻ്റെ ഭാവനകൾ നമ്മൾ ഈ മനസ്സിൽ കാണണം, എന്നെങ്കിലും മാത്രമേ ബാലിയാവൂ. ഈ ബാലിത്തെയ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പെരുവണ്ണാൻ 50 വർഷത്തിലധികം ഒരേ കാവിൽ അല്ലേ, ഒറ്റ കാവിൽ തന്നെ കെട്ടിയാടിയിട്ടുള്ള ബാലിത്തെയ്യം കെട്ടിയാടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ അത്തരമൊരു കോലത്തിലേക്ക് നമ്മൾ സ്വയം പരിവർത്തിക്കപ്പെടുമ്പോൾ പെരുന്നാൻ പറഞ്ഞു തോറ്റം മുതൽ ഒരുപാട് ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ തോറ്റം കൂടാതെ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? മറ്റ് കഥകളി, പിന്നെ കഥകളിയുടെ സാമ്യം പോലെ നമ്മൾ ഈ തോറ്റത്തിൻ്റെ ഭാവനയാണ് നമ്മൾ തെയ്യം കീഞ്ഞാൽ കാണിക്കുക. അത് നമ്മൾ കാണിക്കുമ്പോൾ നമുക്കത് മറ്റുള്ളവർക്ക് തോന്നേണ്ടത്, മറ്റുള്ളവർക്ക് കാണണം ഇന്നതാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ രാവണനെ പിടിക്കുന്ന രംഗം, അപ്പോൾ രാവണനുമായിട്ടുള്ള ആ ഒരു രാവണൻ നമ്മൾ മുമ്പിൽ നിൽക്കുന്ന പോലെ നമ്മൾ ഭാവനയിലേക്കൂടെ അത് കാണിക്കണം. അതുപോലെ സുഗ്രീവൻ നമ്മൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്, മായാവി, അപ്പോൾ മായാവിനെ പിടിക്കുന്ന രംഗം. അപ്പോൾ അത് മായാവിനെ പിടിച്ചു കിട്ടി എന്നുള്ള ആ ഒരു ഭാവന അവൻ്റെ കോലധാരിയിൽ മനോധർമ്മത്തിൽ കൂടി ഉണ്ടാവണം. ഇല്ല പിന്നെ അത് നമ്മൾ വെറുതെ കാണിച്ചുകൊണ്ട് കാര്യമില്ല. കൈമുദ്ര മാത്രമല്ലല്ലോ അതിൻ്റെ കാര്യം. അപ്പോൾ നമ്മളത് ഇന്നതാണെന്ന് ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ടാണ് അവർ വെച്ചോട്ട് കാവിൽ ഇന്ന് വരെ ഇത്രയും കൊല്ലം 50 വർഷം കെട്ടാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് അതുകൊണ്ട് മാത്രമാണ്. ഏത് കാവിലായിരുന്നു? ഈ കിയാറ്റൂർ വെച്ചുകോട്ട് എന്ന് പറഞ്ഞ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇപ്പോഴും കിട്ടുന്നുണ്ടോ? ഇപ്പോഴും അവിടെ ആ ക്ഷേത്രം കഴിഞ്ഞ 2 വർഷം മുമ്പേ അവിടെ ഒരു പൂരത്തിന് ആ ക്ഷേത്രം കത്തിപ്പോയി. അപ്പോൾ അത് ഇപ്പം പുനരുദ്ധാരണം ചെയ്തിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ അതിൻ്റെ ആ തലേ വർഷം വരെ ഞാൻ തന്നെയാണ് അവിടെ ബാലി കഴിച്ചിന്. അപ്പോൾ 50 വർഷം പൂർത്തിയാക്കിയപ്പോൾ നമ്മളവർ ഒരു സ്വീകരണത്തോടുകൂടി ആദരവ് തന്നു വെച്ചാൽ അവർ പറയും നമ്മൾ എത്ര നാട്ടിൽ പോയി തെയ്യം കണ്ടാലും നമ്മളെ പെരുന്നാൻ്റെ തെയ്യം കണ്ടാലും നമുക്ക് തൃപ്തി വരുമെന്ന് പറയും. പെരുന്നാൻ്റെ ബാലി കണ്ടാലും ഒരു തൃപ്തി വരും. തൃപ്തി വരും. അപ്പോൾ പിന്നെ അത് കുറേ ആൾക്കാർ പറയും അവന് തോറ്റത്തിൻ്റെയും പ്രത്യേക ഒരു ശൈലി തന്നെയാണ് നമ്മളെ തോറ്റത്തിന്. ഇപ്പം നേരത്തെ അച്ഛൻ്റെ ഒരു ശിഷ്യത്വം, അതുപോലെ മറ്റ് ഗുരുനാഥന്മാർ ഉണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഗുരു
നമ്മളിപ്പോൾ ഈ 13 വയസ്സിൽ വീരൻ തെയ്യം കെട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് കെട്ടിയപ്പോൾ തന്നെ പിന്നെ ഏറെക്കുറെ നമുക്ക് ഇവനെ എന്തായാലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ബോധം അച്ഛനിലുണ്ടായി. അപ്പോൾ പിന്നീട് മറ്റോരോ കാര്യം ഇപ്പം മുച്ചോട്ട് പോയി കഴിഞ്ഞാൽ തലച്ചുലൻ ദൈവം, പുല്ലൂറണ്ണൻ ദൈവം, അങ്ങനെ ചെറിയ ചെറിയ തെയ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കെട്ടിക്കും. അപ്പോൾ അതിനോട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ പിന്നീട് ഈ കുടിവീരൻ തെയ്യം കെട്ടി. കുടിവീരൻ തെയ്യം കെട്ടുമ്പോൾ അതിന് കുറച്ച് അഭ്യാസം വേണം. അന്നേരം നമ്മളൊരു നാടൻ ശൈലി മാത്രമേ അന്നേരം ചെയ്തിട്ടുള്ളൂ. പിന്നീട് എനിക്കെന്നെ തോന്നി അത് പോരാ, നമുക്കിതിൽ കുറച്ചും കൂടെ ഇത് മാറ്റം വരുത്തണം. അപ്പോൾ കളരിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് വരണം. അപ്പോൾ അതിന് പറ്റാവുന്ന ആളാരാന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അഴീക്കോട് കൃഷ്ണപ്പെരുമാൻ എന്ന് പറയുന്നത് ഗുരുനാഥൻ്റെ അടുത്തേക്ക് അതേപോലെ അറിയപ്പെടുന്ന ഇതാണ്. ഇപ്പോൾ തച്ചോളി മാണിക്കത്തൊക്കെ തെയ്യം കെട്ടിയ വ്യക്തിയാണ്. അപ്പോൾ ആ ഗുരുനാഥൻ്റെ അടുത്ത് തന്നെ പഠിക്കണമെന്നൊരു ആഗ്രഹം. അപ്പോൾ എൻ്റെ ഇളയച്ചൻ അവരുടെ കൂടെ തെയ്യത്തിന് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമ്മളെ ഒരു ഏട്ടൻ്റെ മോനുണ്ട്, അപ്പോൾ ഇങ്ങനെ എന്നാൽ പിന്നെ ഏട്ടൻ വരുമ്പോൾ കൂട്ടിക്കോന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അഴീക്കോടേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. ആ കൊല്ലം തന്നെ എന്നെ കൊണ്ട് ഇവിടെ തച്ചോളി മാണിക്കത്ത് ചെറിയ കുറുപ്പാള തെയ്യം എന്നെ കൊണ്ട് കെട്ടിച്ചു. പിന്നീട് അത് മൂപ്പരെടുത്ത് കളരി തന്നെ വീട്ടിൽ നിന്ന് തന്നെ കളരിയും പഠിപ്പിച്ചു, എല്ലാ കാര്യവും. പിന്നെ അവിടെ നിന്ന് കളരിയിൽ നല്ല അഭ്യാസിയാണ്. ഇപ്പോൾ തച്ചോളി മാണിക്കത്ത് മൂപ്പരായിരുന്നല്ലോ കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ. അപ്പോൾ പിന്നെ മാണിക്കക്കാവിൽ നമ്മൾ പയ്യമ്പള്ളി ചന്തു എന്ന് പറയുന്ന തെയ്യം, അതും ഈ കളരിയായിട്ട് ബന്ധപ്പെട്ട തെയ്യാന്നല്ലോ. അപ്പോൾ അതൊക്കെ പിന്നെ എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിക്കൽ. അപ്പോൾ അത് പിന്നെ മൂപ്പരുടെ അടുത്ത് നിന്നാണ് ആ കളരി കാര്യങ്ങൾ. പിന്നെ കുറേ കാര്യങ്ങൾ തെയ്യത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ മുച്ചോട്ട് കാവിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും പിന്നെ പഠിക്കാൻ പറ്റിയത് അവിടെ നിന്ന്. അവിടെ വീട്ടിൽ തന്നെ നിന്ന് പഠിക്കുകയായിരുന്നു. അത് അപൂർവമാണ് അല്ലേ? അപൂർവമാണ്. ഗുരുനാഥൻ നമ്മളെ ഗുരുകുല സമ്പ്രദായം പോലെ തന്നെയാണ്. അന്നത്തെ കാലത്ത് നിത്യം അവിടെ തന്നെ നിന്നിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവിടെ. ഗുരുനാഥൻ്റെ കീഴിൽ പഠിക്കുക എന്ന് പറയുമ്പോഴുണ്ടാവുന്ന ചില ഒരു ഭയങ്കര സംഭവമാണ്. അതിപ്പം നമ്മളിപ്പം പറയാൻ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയും. ഇപ്പം മൂപ്പര് അനിയനുണ്ട് ഒരാൾ, നാണിപ്പെരുവണ്ണ പറഞ്ഞു. അപ്പോൾ പുള്ളി പറയും, കേരളത്തിലൊരു ഗുരുനാഥന് ശിഷ്യനുണ്ടെങ്കിൽ അതെൻ്റെ ഏട്ടനും നാരായണപ്പെരുവണ്ണനാണ്. അത് മാതൃകാപരമായിട്ട് അവർ വളരെ വ്യക്തമായിട്ട് തുറന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് നാരായണപ്പെരുവണ്ണ എന്ന് പറയുന്നത്. ഗുരുനാഥന് ശിഷ്യൻ എന്നിട്ട് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് എൻ്റെ ഏട്ടനും നാരായണപ്പെരുവണ്ണനാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞ ആളാണ്. ഈ നേരത്തേക്ക് ഗുരുനാഥന്മാർ കടുത്ത ശിക്ഷയൊക്കെ നൽകുന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. എങ്ങനെയാണ് കൃഷ്ണപ്പെരുമാണനെ? അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മളവിടെ ചില ഇവന് എന്തിനും പറ്റുന്നില്ലൊരു ബോധം അയാൾക്ക് തോന്നിയത് കൊണ്ട് അങ്ങനെ ഒരു മതിപ്പുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ കണ്ടപടനെ തരക്കടില്ല, ഇവനെ നമുക്ക് വളച്ചാൽ വളയും എന്നുള്ള ഒരു തോന്നൽ അന്നേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയും. ഒരു മുത്തപ്പന അടയാളം വന്നാലും ആദ്യം എന്നോട് പറയും, അത് നീ പോയി കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അടയാളം വന്നിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ കതുവനൂർ വീരൻ വരുന്നത്. അപ്പോൾ കതുവനൂർ വീരൻ കെട്ടാൻ തുടങ്ങിയപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് ശരിക്കും ഒരു മാനസികമായിട്ടെല്ലാം വളരെ ഇതിലൊരു തെയ്യം തന്നെയാണ്. സഹനശക്തി വേണം നല്ലോണം, പിന്നെ കുറച്ച് അതിന് അറിവും വേണം. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അതിന് എനിക്കൊരു ഗുരുനാഥൻ വേണം. നമ്മളെ അഴീക്കോട് കൃഷ്ണപുരാൻ്റെ അടുത്ത് അവർക്ക് കതുവനൂർ വീരൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിലും കൂടിയും മൂപ്പർക്ക് അത് അത്ര ഒരു വശമല്ല. അതിനാന്ന് ഞാൻ എന്നിട്ട് നമ്മളെ ചുഴലി ചിണ്ടപ്പെരുവണ്ണ എന്ന് പറയുന്നതാണ്. അവർ കതുവനൂർ പോയിട്ട് തെയ്യം കെട്ടിയ പാരമ്പര്യമുള്ള കൂട്ടറാണ്. അപ്പോൾ അവിടെ പോയിട്ടും ഇതേപോലെ ഞാൻ അവിടെ താമസിച്ചിട്ടാണ് കതുവനൂർ വീരൻ്റെ തെയ്യം വളരെ ഇതായിട്ട് കരസ്ഥമാക്കിയത്. കുറേ കാലം അങ്ങനെ പഠിക്കേണ്ടി വന്നു. കുറേ കാലം പഠിച്ചു, അതിൻ്റെ വഴിനടിയും കാര്യമെല്ലാം പഠിച്ചു. അപ്പോൾ അതിൻ്റെ കതുവനൂർ വരെ പോയി. കതുവനൂർ അവരെ ആ തെയ്യത്തിൻ്റെ ആരുടെ സ്ഥലം വരെ പോയി, അവിടെ പോയി സ്ഥലമെല്ലാം കണ്ട് അങ്ങനെയൊക്കെ പോയ വഴികളൊക്കെ. ഈ പിന്നെ ചുണ്ടപ്പെരുണ്ണ എന്ന് പറയുന്ന ആൾ നമ്മളെ പിന്നെ കടമ്പേരി ഇവിടുന്ന് മറ്റേ മാങ്ങാട്ടിൽ നിന്ന് മുതൽ കതുവനൂർ വരെ നടന്നു പോയ വ്യക്തിയാണ്. മന്നപ്പൻ്റെ വഴി നമ്മൾ വഴിനട പറയുന്നത് കൃത്യമായി നടന്നിച്ചാൽ അതിൽ ആ സംഭവം ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് മാങ്ങാട്ടിൽ നിന്ന് നടന്നു പോയ വ്യക്തിയാണ് ചുണ്ടപ്പെരുണ്ണ. അപ്പോൾ വളരെ വ്യക്തമായിട്ടാണ് മൂപ്പരടുത്ത് ആ കാര്യങ്ങൾ മനസ്സിലാക്കി. അത് നമ്മളൊരു ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്കത് നന്നായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു തന്നു. അപ്പോൾ വളരെ താല്പര്യപൂർവ്വം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം ഒരു പരിമിതിയാണ് നമ്മുടെ മുന്നിൽ. അപ്പോൾ സമയപരിമിതി മൂലം ഈ ഭാഗം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും, ദൂരദർശൻ്റെ പ്രേക്ഷകർക്കും നമസ്കാരം.